ഇമോഷണൽ ഡിസ്റ്റൻസ്, പ്രത്യേകിച്ചും ഫീലിംഗ് ലോൺലി ഈവൻ ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അനുഭവം അല്ലേ? പ്രത്യേകിച്ച് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക അകലം ഇന്ന് ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹബന്ധത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നാണ് ഒരാളുമായി ബന്ധത്തിലിരിക്കുമ്പോഴും അതിയായ ഏകാന്തത, വല്ലാത്തൊരു സോളിറ്റ്യൂഡ് അനുഭവപ്പെടുന്നത്. ശാരീരികമായിട്ട് അടുത്തിരിക്കുമ്പോഴും മാനസികമായിട്ട് പങ്കാളികൾ തമ്മിൽ വലിയൊരു അകലം ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഇതിനെയാണ് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക അകലം, ഇമോഷണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, വൈകാരികമായ ഈ ഒരു അകലം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയി ഒത്തിരി പ്രശ്നങ്ങളാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് തന്നെയാണ്. ആശയവിനിമയത്തിന്റെ കുറവ്, തുറന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വികാരങ്ങളെ ഒട്ടും പുറത്ത് കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ അവരുടെ അകലം വർദ്ധിച്ചു പോകും. പങ്കാളിയുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നും. രണ്ടാമത്തെ കാരണം താല്പര്യങ്ങളിലെ വ്യത്യാസം. ഒരു കാലത്ത് ഇവർ പൊതുവായിട്ട് പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം അല്ലെ? എന്നാൽ കാലക്രമേണ അവരുടെ താല്പര്യങ്ങൾ വ്യത്യാസപ്പെട്ടു വരുന്നു. ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പൊതുവായ കാര്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു. മൂന്നാമത് ശ്രദ്ധയുടെ കുറവ്. പങ്കാളിയുടെ ആവശ്യങ്ങളെയോ വികാരങ്ങളെയോ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ കേൾക്കാൻ തയ്യാറാകാതിരിക്കുക എന്നിവ നിശ്ചയമായിട്ടും ഏകാന്തതയിലേക്ക് നയിക്കും. കാരണം കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്നു അല്ലേ? മറ്റൊന്നാണ് വിശ്വാസക്കുറവ്. പങ്കാളികൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഉണ്ടാക്കും. അതിനകത്ത് വഞ്ചനയോ വാക്ക് പാലിക്കാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇതിന് കാരണമാകുന്നു. വേറൊന്നാണ് മാറുന്ന ജീവിത സാഹചര്യങ്ങൾ. ജോലിയിലെ സ്ട്രെസ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുട്ടികളുടെ ജനനം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ ജീവിതത്തിലെ പല മാറ്റങ്ങളും പങ്കാളികൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ പരസ്പരം പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന പങ്കാളികളും. അതുകൊണ്ടാണ് ഈ ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഉണ്ടാകുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ. പങ്കാളികളിൽ ഒരാൾ ചിലപ്പോൾ ആൻസൈറ്റിയിലോ സ്ട്രെസ്സിലോ ആണെങ്കിൽ ആ മാനസിക രോഗ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇത് വ്യക്തിപരമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ മറ്റേയാൾ ഒറ്റപ്പെട്ടതായി തോന്നും. അടുത്ത ഒന്നാണ് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ, ഓവർ എക്സ്പെക്ടേഷൻ. പങ്കാളിയിൽ നിന്ന് അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ, അമിതമായിട്ടുള്ള സമയം, എപ്പോഴും അടുത്ത് വേണം എന്നുള്ള തോന്നൽ, ഇതൊക്കെ ഒരു കാരണമാണ്. അടുത്തതാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു കുറവ്. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മളുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അത് നമ്മളുടെ ഇമോഷണൽ ഡിസ്റ്റൻസിങ് കൂട്ടും. ഇനി എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാം? ദ ഫസ്റ്റ് തിങ്, തുറന്ന് സംസാരിക്കുക. നമ്മുടെ പങ്കാളിയോട് വികാരങ്ങളെയും നമ്മുടെ ഒറ്റപ്പെടലിനെയും കുറിച്ച് തുറന്നു തന്നെ പറയണം. ഇത് ബുദ്ധിമുട്ടുള്ള ഒരു സംഭാഷണം ആയിരിക്കും മിക്കപ്പോഴും, എന്നാൽ നമ്മളുടെ ബന്ധം മെച്ചപ്പെടുവാൻ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത്. അത് വെറുതെ ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ ക്വാളിറ്റിയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ടൈമായിട്ട് മാറ്റണം. രണ്ടുപേർക്കും പരസ്പരം മാത്രമുള്ള ടൈം. നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പരസ്പരം ഒന്ന് ശ്രദ്ധിക്കാനാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ തോന്നും, പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാര്യമായിട്ട് നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവരെ ഹഗ് ചെയ്യേണ്ടിയെടുത്ത് ഹഗ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയെടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിങ് ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ എഫേർട്ടൊന്നും ഞങ്ങൾക്ക് തനിയെ ഇടാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പ്രൊഫഷണൽസിന്റെ സഹായം തേടുക. നമുക്ക് പല കാരണങ്ങളുണ്ടായിരിക്കാം. അത്തരത്തിൽ നമ്മുടെ ഗ്യാപ്പ് വളരെ വലുതായി പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഇമോഷണൽ നംനെസ്സിലേക്ക് നമ്മുടെ ബന്ധം മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്റ്റൻസിങ് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കാര്യമായി ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് us. താങ്ക് യു.